അതെ ഒരു ലെങ്ത് കൂടുതലായിട്ട് തോന്നി. ഈ സീൻ ബൈ സീനൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിച്ചു തോന്നി. പിന്നെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ അത്യാവശ്യം പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പൂർണ്ണതയിലോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു തോന്നുന്നു. നോവലാണല്ലോ, നോവലിനെ ബേസ് ചെയ്തിട്ടാണല്ലോ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് സച്ചി എടുത്തിരുന്നാൽ കുറച്ചുകൂടെ നന്നായിട്ട് വന്നേരാൻ തോന്നുന്നു. ഒരു മാസ് ചില സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് അങ്ങോട്ടൊരു ഇതാകുന്നില്ല. ഒരു മാസ് സീനൊക്കെ വന്നിട്ട് നമുക്ക് അങ്ങോട്ടൊരു പഞ്ച് കിട്ടുന്നില്ല. ചിലപ്പോൾ ഇൻട്രോയിൽ കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അപ്പാവും തോന്നുന്നു. നായിക കൊള്ളാം, പക്ഷെ ഇച്ചിരി ഓവറായിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഷെമിത്തിലാൻ്റെ റോളുണ്ട്. പുള്ളിക്കാരൻ നല്ല ഇടുവായിട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് അപ്പാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ലെങ്ത് കൂടുതലാണ്. 3 മണിക്കൂറുണ്ടല്ലോ സിനിമ. അത് 3 മണിക്കൂർ കൊണ്ട് എങ്ങനെ ആവുമെന്നുള്ളത് പക്ഷേ ഇഷ്ടപ്പെട്ട പൃഥ്വിരാജിൻ്റെ ഒരു ഔട്ട്ലുക്ക് തന്നെയാണ്. വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത്. പുഷ്പയുടെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യം എന്താ? ഒരിക്കലും കമ്പയർ ചെയ്യേണ്ടത് മലയാള സിനിമയാണ്. മലയാളത്തിൻ്റെ രീതിയിൽ ആളുകൾ ചിലർ പുഷ്പയുടെ കമ്പയർ ചെയ്യും. പുഷ്പയുടെ കമ്പയർ ചെയ്യേണ്ട. മലയാളം മൂവിയുടെ നോക്കുവാണെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവിയാണ്. ഗംഭീരമായിട്ടുള്ള ഒരു രീതിയിൽ എടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നല്ല എൻഗേജ്ഡാണ്. 3 മണിക്കൂറിനടുത്ത് സിനിമയാണ്. പക്ഷെ 3 മണിക്കൂർ ഈ ഫസ്റ്റ് ഹാഫ് പോയി ഞാൻ അറിഞ്ഞില്ല. അത് നല്ല രീതിയിലുണ്ട്. പക്ക കൊമേഴ്ഷ്യലാണ്. കൊമേഴ്ഷ്യൽ മൂവിയാണ്. പക്ക കൊമേഴ്ഷ്യൽ മൂവിയാണ്. നല്ല രീതിയിൽ വരുന്നുണ്ട്. മാസ് ഒരു പക്ക ഒരു കൊമേഴ്ഷ്യൽ പരിപാടിയിലാണ് പിടിച്ചേക്കുന്നത്. ഈ സെക്കൻഡ് ഹാഫിലാണ് മെയിൻ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളെല്ലാം സെക്കൻഡ് ഹാഫിൽ വരുന്നതുകൊണ്ട് സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് കണ്ടിടത്തോളം സാറ്റിസ്ഫൈഡ് ഉണ്ട്. രസമുണ്ട്. ഡ്യൂറേഷൻ പടം 3 മണിക്കൂർ എടുത്തുണ്ടല്ലോ. ഫസ്റ്റ് ഹാഫിന് അതിൻ്റെ ലെങ്ത് ഉണ്ട്. എൻഗേജിങ് ആണ്. ആക്ഷൻ രസമായിട്ടുണ്ട്. ചേസിങ് പരിപാടികളും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഹാഫ് ഇന്റർവെല്ല് അപ്പം അതുവരെ കൊള്ളാം. ഇപ്പം 2 ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഡെവലപ്മെന്റ് ആയി വന്നിരിക്കുകയാണ്. ഇനിയാണ് ആക്ച്വലി പ്ലോട്ട് തുടങ്ങുന്നത്. ഈഗോ ക്ലാഷ് പരിപാടിയാണോ? അയ്യപ്പനും കോശി പോലെ വൈബൊക്കെയാണ്. അതാ പറഞ്ഞ അത് പ്ലോട്ട് തുടങ്ങിയിട്ടില്ല. ഇതുവരെ പ്ലോട്ടും ക്യാരക്ടറും സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിലാണ്.